الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം എവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ഖുതുബകളിലൂടെ നമ്മൾ സംസാരിച്ച വിഷയം അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്ന, വയില് കൊണ്ട് താക്കീത് നൽകിയിരിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ചാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ, ചെറിയ ശിക്ഷ തന്നെ ഏറ്റവും കടുപ്പമേറിയതാണ്. എന്നാൽ ചെയ്യുന്ന തിന്മകളുടെ തോതനുസരിച്ച്, അതിൻ്റെ കാഠിന്യമനുസരിച്ച് ശിക്ഷയുടെ കടുപ്പവുമേറും. അങ്ങനെ പരാമർശിക്കപ്പെട്ട ചില ശിക്ഷകളെ സംബന്ധിച്ചാണ്, ചില തിന്മകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബകളിൽ സംസാരിച്ചത്. വയില് കൊണ്ട് താക്കീത് നൽകപ്പെട്ട ചില ആളുകൾ, ഈ ഗണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അത് ഹൃദയം കടുപ്പമേറിയ ആളുകളാണ്. ഹൃദയത്തിൽ നിന്ന് കരുണ, ദയ, ഇതുപോലുള്ളതായ ഗുണങ്ങൾ ഇല്ലാതെയാവുകയും ഹൃദയം കഠിനമാവുകയും ചെയ്ത ആളുകളാണ്. അത് മുഖേന ഒരാൾക്ക് വലിയ നാശമുണ്ടാകും. ഹൃദയം കഠിനമാവുക എന്നുള്ളത് തന്നെ ഒരു ശിക്ഷയാണ് എന്നാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. ഹൃദയം ആരുടേതാണ് കടുക്കുന്നത്? അള്ളാഹു ശിക്ഷിക്കുന്നവരുടേതാണെന്നാണ്. അതിനെ സംബന്ധിച്ച് സലഫുകൾ ഉദ്ധരിച്ച ചില ഉദ്ധരണികൾ ഇങ്ങനെയാണ്. ഇമാം മാലിക് ഇബ്നു ദീനാർ റഹിമഹുല്ല പറഞ്ഞത് കാണാം: മാ ദുരിബ അബ്ദുൻ ബിഉഖൂബത്തിൻ അഅദമു മിൻ ഖസ്വതി ഖൽബിൻ. ഹൃദയം കഠിനമാകുന്നതിനേക്കാൾ വലിയ ഒരു ശിക്ഷ കൊണ്ടും ഒരടിമയും ഭൂമിയിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. ഭൂമിയിൽ നമുക്ക് ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഒരാൾ ഭൂമിയിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ, ശിക്ഷകളിൽ ഏറ്റവും കഠിനമേറിയതാണ് ഒരാളുടെ ഹൃദയം കടുപ്പമേറിപ്പോവുക. എന്നിട്ട് പറഞ്ഞു: വമാ ഗദിബല്ലാഹു അലാ ഖൗമിൻ ഇല്ലാ നസഅ റഹ്മത മിൻ ഖുലൂബിഹിം. ഏത് സമൂഹത്തോടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിക്കുന്നത്, അല്ലാഹു ഏതെങ്കിലും ജനത്തോട് കോപിച്ചാൽ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് കാരുണ്യത്തെ എടുത്തു മാറ്റുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും ഹൃദയം കടുപ്പമേറിയതാകും. ഹൃദയം കടുപ്പമേറിക്കഴിഞ്ഞാൽ കരുണയുണ്ടാവുകയില്ല. പിന്നീട് പല പ്രത്യാഘാതങ്ങളും ഉണ്ടാകാം.
ഹുദൈഫത്തുൽ മിർആശി റഹിമഹുല്ല പറഞ്ഞു, മാ ഉസീബ അഹദും ബിമുസീബത്തിൻ അഅ്ദമു മിൻ ഖസാവത്തി ഖൽബി. ഹൃദയത്തിന്റെ കാഠിന്യത്തെക്കാൾ ഗൗരവമേറിയ ഒരു മുസീബത്തും ഒരാൾക്കും തന്നെ ബാധിക്കാനില്ല. മനുഷ്യർക്ക് പല പല മുസീബത്തുകൾ, അപകടങ്ങൾ പിണയുമെങ്കിലും അതിലേറ്റവും ഗുരുതരമായ മുസീബത്ത് ഏതാണ്, അപകടമേതാണ് എന്ന് ചോദിച്ചാൽ ഹൃദയം കഠിനമായി പോവുക എന്നുള്ളതാണ്. ഹൃദയം കഠിനമായാൽ അത് വലിയ ഗുരുതരമായ ഒരു മുസീബത്താണ്, അവനിൽ വന്ന് ഭവിക്കുന്ന ഒരു ശിക്ഷയാണ്. അത് മുഖേന ചിലപ്പോൾ നന്മയായ കാര്യങ്ങൾ ഒരാളുടെ ഹൃദയത്തിൽ അത് മോശമായിട്ട് അവൻ്റെ ഹൃദയത്തിൽ തോന്നും. ഹൃദയം കടുക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ അടയാളമാണ്. നന്മകളോട് എപ്പോഴും മനസ്സിന് ഒരു നീരസമുണ്ടാകും. അത് ഉൾക്കൊള്ളാൻ, അത് സ്വീകരിക്കാൻ അവൻ്റെ മനസ്സിൽ തോന്നുകയില്ല. മോശപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും അവന് നല്ലതായിട്ട് തോന്നും. അങ്ങനെ ധാരാളം തിന്മകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ അത് തിന്മയായിട്ട് അവൻ്റെ മനസ്സിൽ തോന്നും. അതുകൊണ്ട് ഹൃദയം കഠിനമാവുക എന്നുള്ളത് ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം. ഫവൈലുൽ ലിൽ ഖാസിയത്തി ഖുലൂബുഹും ലിദിക്രില്ലാ ഉലൈക ഫീ ളലാലിൻ മുബീൻ. അള്ളാഹുവിൻ്റെ ദിക്റില്ലാതെ, സ്മരണയില്ലാതെ, അതിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് ഹൃദയങ്ങൾ കഠിനമായിരിക്കുന്ന ആളുകൾക്ക് വയിലുണ്ട്, അവർ വ്യക്തമായ വഴികേടിലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഹൃദയത്തിന് കടുപ്പമേറുക എന്നുള്ളത് വയില് കിട്ടാൻ, കഠിനമായ ശിക്ഷ കിട്ടാൻ കാരണമാകുന്ന ഒരു കുറ്റകൃത്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയം കാഠിന്യമേറുന്നതിനെ കടുത്ത പാറക്കല്ലിനോട് ഉപമിക്കുന്നതായിട്ട് കാണാം പരിശുദ്ധ ഖുർആനിൽ. ബനു ഇസ്രായേലികൾ അവരുടെ ഹൃദയം കടുത്തുപോയി. അതിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്: സുമ്മ ഖസത് ഖുലൂബുക്കും, എന്നിട്ട് നിങ്ങളുടെ ഹൃദയം കടുപ്പമേറിയതായി. മിൻ ബഅദി ദാലിക സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദു ഖസ്വ. അത് പാറക്കല്ല് പോലെയായി, അല്ല അതിനേക്കാൾ കടുപ്പമേറിയതായി. പാറക്കല്ലിന് കടുപ്പമുണ്ട്, എന്നാൽ അതിനേക്കാൾ കടുപ്പമേറിയതായി അവരുടെ ഹൃദയങ്ങൾ പരിണമിച്ചു എന്നുള്ള പറയാണ്. ശേഷം പറയുന്നുണ്ട്, പാറക്കല്ലുകളിൽ നിന്ന് ചിലപ്പോൾ നീരുറവകൾ ഉണ്ടാകും, നദികൾ പൊട്ടിയൊഴുകും. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഉതിർന്നു വീഴുന്ന കല്ലുകളുണ്ട്. പക്ഷേ അതിനേക്കാൾ കടുപ്പമേറിയതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾ, അങ്ങനെയായി മാറി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയണം. അപ്പോൾ ഹൃദയം കഠിനമായി മാറുന്നത് അത് വലിയ ഗുരുതരമായ ഒരു കാര്യമായി പരിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഹൃദയത്തിന് ഇങ്ങനെ കാഠിന്യമേറുന്നത്, അത് കടുപ്പമുള്ളതാകുന്നത് എന്ത് കാരണത്താലാണ്? വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും ഗൗരവമേറിയ ഒന്ന്, നേരത്തെ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ ദിക്ർ കുറഞ്ഞു പോകുന്നതാണ്. അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്തകൾ, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചുള്ളതായ ഫഹ്മ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്, ഇതുമായുള്ള ബന്ധം, നന്മകളിൽ നിന്ന് അകലം പാലിക്കുക, ഇത് കുറെ കാലം ഇങ്ങനെ തുടർന്നാൽ സ്വാഭാവികമായും ഹൃദയത്തിന് കാഠിന്യമേറും. അല്ലാഹ് പറയുന്നത് കാണാം: അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. വിശ്വാസികളായ ആളുകൾക്ക് സമയമായിട്ടില്ലയോ? എന്തിനുള്ള സമയം? അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിന് കീഴ്പ്പെടാൻ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഹൃദയങ്ങളായി മാറാൻ ഇതുവരെയും സമയമായിട്ടില്ലയോ? വമാ നസല മിനൽ ഹഖ്, സത്യത്താൽ ഇറക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിനും കീഴ്പ്പെടാൻ, കീഴൊതുങ്ങാൻ, അതിന്റെ നിയമങ്ങൾ അനുസരിക്കാൻ അവരുടെ ഹൃദയങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ലയോ? വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ്, പരിശുദ്ധ ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ട അഹ്ലുൽ കിതാബിനെ പോലെ ആകാതിരിക്കാനും അവർക്ക് സമയമായിട്ടില്ലയോ? ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, എന്താണ് അവരുടെ ഹൃദയങ്ങൾ കഠിനമായി മാറാനുള്ള കാരണം?
അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഉള്ള ദൂരം അധികമായി എന്നുള്ളതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ, പരിശുദ്ധ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള അകൽച്ച, അതിന്റെ ഡ്യൂറേഷൻ വളരെ അധികമായപ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്തു? കടുപ്പമുള്ളതായി മാറി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോ ദിക്റുകളിൽ നിന്ന് അകലുക, പല രീതികളിൽ അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതായ നിയമങ്ങൾ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. 5 നേരത്തുള്ള നമസ്കാരം അള്ളാഹുവിനോടുള്ള സ്മരണ നിലനിർത്താനുള്ളതാണ്. നമസ്കരിക്കുന്നില്ല, അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക ഏറ്റവും വലിയ ദിക്റാണ്. ഖുർആൻ പാരായണമില്ല, അല്ലെങ്കിൽ നോമ്പ്, സ്വദഖ, ഇതുപോലുള്ള നന്മകൾ ഏതുമുണ്ടോ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നന്മകൾ ചെയ്യുന്നതിൽ ഒരാൾ പിന്നിലായി മാറി, അതിൽ അവന് കാലതാമസമുണ്ട്. നന്മകൾ ചെയ്യുന്നില്ല എങ്കിൽ അത് മുഖേന ഹൃദയം എന്ത് ചെയ്യും? കടുപ്പമേറിയതാകും എന്ന് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാരണം നിരന്തരം തിന്മ ചെയ്യലാണ്. തിന്മ ചെയ്യുന്ന ആളുകളുടെ ഹൃദയം കാഠിന്യമേറിയതാകും. അള്ളാഹു ഖുർആനിൽ പറയുന്നത് കാണാം, കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്തിരിക്കുന്ന തിന്മകൾ കാരണം അവരുടെ ഹൃദയങ്ങളിൽ അത് കറപിടിപ്പിച്ചിരിക്കുകയാണ്, ഹൃദയങ്ങളിൽ പാടുവീണിരിക്കുകയാണ്, അത് കറയുള്ളതായി മാറിയിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഹദീസ് ഇപ്രകാരമാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ്, ഒരു മുഅ്മിൻ അവനൊരു തിന്മ ചെയ്താൽ, മുഅ്മിനാണ് എന്ന് കരുതി തിന്മ സംഭവിക്കുകയില്ല എന്നില്ല. വിശ്വാസിയാണ് എങ്കിലും തിന്മകൾ സംഭവിക്കാം, മാനുഷിക സഹജമായ ഒരു കാര്യമാണത്. എന്നാൽ മനുഷ്യ സഹജമായ മറ്റൊരു കാര്യമാണ്, തിന്മ സംഭവിച്ചാൽ പെട്ടെന്ന് ഹൃദയത്തിൽ പശ്ചാത്താപബോധമുണ്ടാകും. അത് പ്രകൃത്യാലുള്ളതായ കാര്യമാണ്. അതിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളത് മനുഷ്യപ്രകൃതിയല്ല, അത് മനുഷ്യപ്രകൃതിക്ക് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ്, ഒരു മുഅ്മിനാണ് എങ്കിൽ അവൻ പാപത്തിലകപ്പെട്ടു പോയാൽ കാനത് നുക്തതൻ സൗദാ ഫീ ഖൽബി, അത് അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പാടുണ്ടാക്കുമെന്നാണ്. ഫഇൻ താബ വനസഅ വസ്തഗ്ഫറ, പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന പാപത്തിൽ നിന്ന് അവൻ പിന്മാറുകയും ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്താൽ സുഖില ഖൽബുഹു മിൻഹ, ആ കറുത്ത പാട് അവിടെ നിന്ന് മായ്ക്കപ്പെടും, അവന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. വഇൻ സാദത ഹത്താ തഅലു ഖൽബ, അതല്ല ഇവൻ തിന്മ ചെയ്തു പശ്ചാത്തപിക്കുന്നില്ല, തൗബ ചെയ്യുന്നില്ല, ഇസ്തിഗ്ഫാർ ചെയ്യുന്നില്ല, ആ തിന്മയിൽ നിന്ന് പിന്നോട്ട് മാറുന്നില്ല, വീണ്ടും അതിൽ തന്നെ തുടരുകയാണ്, വീണ്ടും തിന്മകൾ ചെയ്യുകയാണ്, എന്നാൽ ഇത് അവന്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തിക്കളയും, അവന്റെ ഹൃദയം തിന്മകൾ കൊണ്ട് നിറയും, അത് കറുത്തിരുണ്ടതായി മാറും എന്നുള്ളതാണ്. അതാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഹൃദയത്തിന് കറപിടിക്കൽ എന്ന് അതിനെ ഉലമാക്കൾ വിശദീകരിച്ചു. ഇമാം ഹസൻ റഹിമഹുല്ലാഹ് അതിനെക്കുറിച്ച് പറഞ്ഞത്, ഹുവ ദംബു അല ദംബി ഹത്താ യമൂതൽ ഖൽബ്, ഹൃദയത്തിന് കറപിടിക്കുക എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ മേൽ പാപങ്ങൾ ചെയ്യലാണ്. പാപം ചെയ്യുന്നു, പക്ഷേ പശ്ചാത്താപമില്ല, വീണ്ടും വീണ്ടും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹത്താ യമൂതൽ ഖൽബ്, ഹൃദയം മരിച്ചു പോകുന്നത് വരെയും അവനിങ്ങനെ പാപം ചെയ്യുക. ഇതിനെക്കുറിച്ചാണ് ഹൃദയം കറപിടിച്ചതായി തീരുക എന്ന് ഖുർആൻ പറഞ്ഞത് എന്ന് ഇമാം ഹസൻ റഹിമഹുല്ലാഹ് പറയുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അതിനെക്കുറിച്ച് പറഞ്ഞു, റാന അലാ ഖുലൂബിഹിം എന്ന് പറഞ്ഞാൽ തബഅ അലൈഹ, ഹൃദയം സീൽ ചെയ്യപ്പെടലാണ്. ഹൃദയത്തിലേക്ക് പിന്നീട് നന്മകൾ പ്രവേശിക്കുകയില്ല, തിന്മകൾ കൊണ്ട് അത് അടഞ്ഞുപോയി, അള്ളാഹു അതിന് സീൽ ചെയ്ത് കളഞ്ഞു, ഇതാണെന്നാണ്. അപ്പോ തിന്മകൾ ചെയ്യുക എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ്. പക്ഷേ വിശ്വാസിയാണ് എങ്കിൽ, തഖ്വയുള്ളവനാണ് എങ്കിൽ, തിന്മ ചെയ്താൽ പെട്ടെന്ന് പശ്ചാത്താപബോധം ഉണ്ടാകണം, അതിൽ നിന്ന് പിന്മാറണം. ഇതാണ് വിശ്വാസി ചെയ്യേണ്ടത്. ഇനി ഞാനത് ചെയ്യുകയില്ല എന്ന ദൃഢമായ തീരുമാനമെടുക്കണം. ആ ചെയ്യുന്ന പാപത്തിൽ നിന്ന് അവൻ പെട്ടെന്ന് മാറണം, ഏത് പാപമാകട്ടെ.
സാമ്പത്തികമായതാകാം, മാതാപിതാക്കളോടുള്ള അനുസരണക്കേടാകാം, ആളുകളെ പരിഹസിക്കുന്നതാകാം, ഉപദ്രവിക്കുന്നതാകാം, അതല്ലെങ്കിൽ നമസ്കാരം ഉപേക്ഷിക്കുന്നതാകാം. ഇങ്ങനെ ഏത് പാപങ്ങളാകട്ടെ, കണ്ണുകൾ കൊണ്ട് ചെയ്യുന്നതാകാം, കാതുകൾ കൊണ്ട് ചെയ്യുന്നതാകാം, നാവ് കൊണ്ട് ചെയ്യുന്നതാകാം, ഏത് പാപമാകട്ടെ അതിൽ നിന്ന് ഉടനെ തന്നെ പിന്മാറുക, പശ്ചാത്താപബോധമുണ്ടാവുക. ഇതാണ് ഒരു വിശ്വാസിയുടെ ഗുണം. അതല്ല വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിൽ, അതിൽ നിന്ന് പിന്മാറുന്നില്ല എങ്കിൽ അത് മുഖേന ഹൃദയം കടുത്തതായി മാറും എന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. എന്താണ് ഇങ്ങനെ ഹൃദയം കടുത്തുപോയാലുള്ളതായ അതിന്റെ പ്രതിഫലനം എന്താണ്? അത് മുഖേന എന്താണ് സംഭവിക്കുക? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, ഹൃദയം കഠിനമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയായിത്തീരും. അള്ളാഹുവിന്റെ ശാപത്തിന് ഇരയാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് അവൻ വിദൂരത്താവുക എന്നുള്ളതാണ്. അള്ളാഹു പറയുന്നു, ഫബിമാ നഖദിഹിം മീസാഖഹും ലഅന്നാഹും വജഅൽനാ ഖുലൂബഹും ഖാസിയ. അള്ളാഹുവോടുള്ളതായ കരാറിനെ ലംഘിച്ചത് മുഖേന, കരാർ മുറിച്ചു കളഞ്ഞത് മുഖേന നാം അവരെ ശപിച്ചിരിക്കുന്നു. അപ്പോ അള്ളാഹുമായി ഒരു കരാറുണ്ട്, മനുഷ്യർ മുഴുവനും നടത്തിയിരിക്കുന്ന ഒരു കരാറ്. അള്ളാഹുവേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളെ സൃഷ്ടിച്ചവൻ, ഉടമപ്പെടുത്തിയവൻ, ഞങ്ങളെ ജീവിപ്പിക്കുന്നവൻ നീയാണ്, ഞങ്ങൾക്ക് റിസ്ക് നൽകുന്നവൻ നീ മാത്രമാണ്, ഞങ്ങൾക്ക് രോഗം നൽകുന്നവൻ നീയാണ്, ഞങ്ങൾക്ക് നന്മയും തിന്മയുമായ സകലതും ഞങ്ങളിൽ ഉണ്ടാകുന്ന നീ മുഖേനയാണ്. ഇത് മനസ്സിലാക്കുകയും അതുകൊണ്ട് എല്ലാ ഇബാദാത്തുകളും എല്ലാ കീഴ്വണക്കങ്ങളും അള്ളാഹുവെ നിന്റെ മുന്നിൽ മാത്രമേ അർപ്പിക്കുകയുള്ളൂ എന്നുള്ളതായ ഒരു കരാറ് മനുഷ്യരൊന്നടങ്കം അള്ളാഹുവിനോട് നടത്തിയിട്ടുണ്ട്. കരാറുകൾ ലംഘിച്ചത് കാരണത്താൽ നാം അവരെ ശപിച്ചു എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളിൽ നിന്ന് വിദൂരമാക്കപ്പെടുക എന്നാണ് അർത്ഥം. അള്ളാഹുവിന്റെ റഹ്മത്ത് അവന് ലഭിക്കുകയില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിലൂടെയാണ് ഓരോ നിമിഷവും ഓരോ മനുഷ്യന്മാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വജഅൽനാ ഖുലൂബഹും ഖാസിയ, അങ്ങനെ അവരുടെ ഹൃദയങ്ങളെ നാം കഠിനമാക്കി കളഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മറ്റൊന്ന്, സബാത്ത് ഉണ്ടാവുകയില്ല, അടിയുറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ചിലപ്പോൾ നല്ലതാകണം, നമസ്കാരം തുടങ്ങണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം, നല്ല മനുഷ്യനാകണം, തഖ്വ പാലിക്കണം എന്നെല്ലാം ഹൃദയത്തിൽ തോന്നും. പക്ഷേ അതിനു വേണ്ടുന്ന നടപടിക്രമങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ, ഹൃദയത്തിന് കസ്വത്ത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതിനുള്ള ചികിത്സ കൊടുക്കുന്നില്ല എങ്കിൽ, അത് മുഖേന അവൻ നല്ലതാകാൻ തീരുമാനിച്ചാലും അതിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കൂല. അടിയുറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഈ രോഗത്തിന് ചികിത്സ കൊടുക്കണം. മനുഷ്യരുടെ ബാഹ്യമായ അവയവങ്ങൾക്ക് രോഗം ബാധിക്കുന്നത് പോലുള്ള ആന്തരികമായൊരു രോഗമാണ് ഹൃദയത്തിന് ബാധിക്കുന്ന ഈ ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കഠിനമാവുക എന്നുള്ളത്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, പലപ്പോഴും ബാഹ്യമായ അവയവങ്ങൾക്ക് ബാധിക്കുന്ന രോഗങ്ങൾക്ക് ചികിത്സ നൽകാൻ ആളുകൾ ധാരാളം സമ്പത്ത് ചെലവഴിക്കുന്നുണ്ട്, അതിന് ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട്, അതിനുവേണ്ടി ധാരാളം നിർദ്ദേശങ്ങൾ തേടുന്നുണ്ട്. പക്ഷേ ഹൃദയത്തിന്റെ രോഗത്തിന് ചികിത്സയേകാൻ അവൻ സന്നദ്ധനാകുന്നില്ല എങ്കിൽ അവൻ വലിയ വിഡ്ഢിയാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. കാരണം ഹൃദയത്തിന്റെ ആരോഗ്യമാണ് ശാരീരികമായ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പോ സബാത്തുണ്ടാവുകയില്ല ചികിത്സ കൊടുത്തില്ല എങ്കിൽ. അള്ളാഹു പറയുന്നത് കാണാം, ലിയജ്അല മാ യുൽഖി ശൈത്താനു ഫിത്നതൻ ലില്ലദീന ഫീ ഖുലൂബിഹിം മറദ് വൽ ഖാസിയതി ഖുലൂബഹും. ഹൃദയത്തിന് രോഗം ബാധിച്ചിരിക്കുന്നതായ ആളുകൾക്ക്, അതേപ്രകാരം തന്നെ ഹൃദയം കഠിനമായിരിക്കുന്ന ആളുകൾക്ക് ഫിത്ന, ഷൈത്വാൻ അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊണ്ടിരിക്കും, ഒരു പരീക്ഷണമെന്നോണം. അപ്പോ നിരന്തരം ഷൈത്വാൻ അവന്റെ ഹൃദയങ്ങളിലേക്ക് ആശയക്കുഴപ്പങ്ങൾ വിതറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഫിത്ന വരുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. ഫിത്ന എന്ന് പറയുന്നത് ആശയക്കുഴപ്പങ്ങളാണ്. ഹറാമുകൾ വ്യാപിക്കുന്നു, അതിൽ പെട്ടുപോകുന്നു, അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ദീനുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പങ്ങൾ എമ്പാടും ഉണ്ടാകുന്നു, അതിലേക്ക് പോയി എടുത്തു ചാടുന്നു. പല പല സംശയങ്ങൾ, പല പല തെറ്റിദ്ധാരണകൾ പരത്തപ്പെടുന്നു. ഫിത്ന വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ് വിശ്വാസി ചെയ്യേണ്ടത്. പക്ഷേ
ഹൃദയത്തിൽ ഈ രോഗമുള്ള ആളുകൾ അവിടേക്ക് എന്ത് ചെയ്യും? പോയി വീണുകൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പലപ്പോഴും നമസ്കാരം ഇല്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ ഖുർആൻ പാരായണമില്ലാത്ത, ഇന്ന് ഖുർആൻ പാരായണം ചെയ്യാമെന്ന് തുടങ്ങുന്നു വിചാരിക്കുന്നു ചില ആളുകൾ, 1-2 ജുസുകൾ പാരായണം ചെയ്യുന്നു. പക്ഷെ അതിൽ നൈരന്തര്യം പാലിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ യഥാവിധം അതിന് ചികിത്സിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാവിധം ഹൃദയത്തിന്റെ രോഗങ്ങൾക്ക് ചികിത്സ നൽകിയാൽ മാത്രമാണ് അതിൽ നിന്ന് അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെ ജീവിക്കാൻ ഒരിക്കൽ കൂടി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഹൃദയം കടുപ്പമേറിക്കഴിഞ്ഞാൽ അത് മുഖേന വലിയ നാശമുണ്ടാകും. ദുനിയാവിലും നാശമുണ്ടാകും, ആഖിറത്തിലും ഉണ്ടാകും. ദുനിയാവിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാശം നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലത് തിന്മയാണ്, മോശപ്പെട്ടതാണെന്ന് തോന്നും, മോശപ്പെട്ടത് നല്ലതാണെന്ന് തോന്നും. അങ്ങനെ ചീത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിന് ന്യായീകരണങ്ങളും വരും. അത് കുഴപ്പമില്ല എന്നുള്ള ബോധം അവന്റെ ഹൃദയത്തിലേക്ക് വരും. അത് നിസ്സാരമായ കാര്യമല്ലേ എന്ന് തോന്നും. അങ്ങനെ തിന്മകൾ അവൻ നല്ലതായി കണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നന്മകളെ സംബന്ധിച്ച് അതിനൊരു ഗൗരവം ഉണ്ടാവുകയില്ല. അത് പലപ്പോഴും മോശപ്പെട്ടതായിട്ട് തോന്നും. അങ്ങനെ ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് മനുഷ്യൻ നീങ്ങും. നന്മ ചെയ്യുന്ന ആളുകളിലേക്ക് ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവൻ തടസ്സമായി തീരും. അതേപോലെ തന്നെ പരസ്പരം വിദ്വേഷം, ശത്രുത, രക്തച്ചൊരിച്ചിലുകൾ, ഇതെല്ലാം അത് മുഖേന ഉണ്ടാകും എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനുള്ള ചികിത്സയിൽ ഒന്നാമത്തെ ചികിത്സ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിരന്തരം അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുകയാണ്. എന്തിനെ തൊട്ടാണ് രക്ഷ ചോദിക്കുന്നത്? ദുർബലതയെ തൊട്ട്, ബലഹീനതയെ തൊട്ട്, അതേപോലെ തന്നെ മടിയെ തൊട്ട്. ഇത് മനുഷ്യനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദൂഷ്യമാണ്. മടി ഉണ്ടാവുക, നന്മകൾ ചെയ്യുന്നതിനെ തൊട്ട് ബലഹീനനായി തീരുക. ഇത് എന്നെ പിടികൂടരുതേ, എന്നെ പിടികൂടാതിരിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അതേപോലെ തന്നെ വൽ ബുഖ്ലി വൽ ഹറം, പിശുക്ക് കാണിക്കുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ എന്നെ പിടികൂടുന്നതിനെ തൊട്ട്. വൽ ഖസ്വതി വൽ ഗഫല, അവസാനം പറഞ്ഞത് ഹൃദയം കഠിനമായി പോകുന്നതിനെ തൊട്ട്, ഗഫലത്തുണ്ടാകുന്നതിനെ തൊട്ട്, അശ്രദ്ധയുണ്ടാകുന്നതിനെ തൊട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ദുആ ചെയ്യുകയാണ് അള്ളാഹുവിനോട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ദുആ ചെയ്യണമെങ്കിൽ, അള്ളാഹുവിങ്കിൽ നിന്ന് എല്ലാവിധ നല്ല സ്വഭാവവും ലഭിക്കപ്പെട്ട നബിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയുള്ള റസൂൽ നിരന്തരം ദുആ ചെയ്യുമായിരുന്നു ഹൃദയം കഠിനമായി പോകാതിരിക്കാൻ. കാരണം ഹൃദയം കഠിനമായി പോകുന്നത് വലിയ ആപത്താണ് എന്നുള്ളത് കൊണ്ടാണ്. പലപ്പോഴും ചില ആളുകൾ ചെയ്യുന്ന ചില പ്രവർത്തികൾ കാണുമ്പോൾ ആളുകൾ ചോദിക്കും, ഇവരൊന്നും മനുഷ്യരല്ലേ എന്ന് ചോദിക്കും. ഇത് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ കാര്യമാണ്. അതായത് ഹൃദയം കടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ മനുഷ്യരല്ലാതായി തീരുകയാണ്. അവരുടെ ഹൃദയം മരിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നെ സാധാരണ രീതിയിൽ മനുഷ്യർക്കുള്ളതായ ദയ, കാരുണ്യം ഇതൊന്നും അവർക്കുണ്ടാവുകയില്ല. എത്ര ക്രൂരമായ വൃത്തിഹീനമായ കാര്യങ്ങളും എത്ര പരസ്യമായും ചെയ്യാൻ അവർക്ക് സാധിക്കും. അതാണ് ജൂതന്മാരെ കുറിച്ച് നേരത്തെ പറഞ്ഞത്. അവരുടെ ഹൃദയം എന്ത് ചെയ്തിരിക്കുന്നു? കല്ലിനേക്കാൾ, പാറക്കല്ലിനേക്കാൾ കടുപ്പമേറിയതായിരിക്കുന്നു. പാറക്കല്ലിനേക്കാൾ കടുപ്പമുള്ള പല വസ്തുക്കളുമുണ്ട്. ഖുർആൻ തന്നെ പരാമർശിച്ച ഇരുമ്പ് അതിനേക്കാൾ കടുപ്പമേറിയതാണ്. പക്ഷെ ഇരുമ്പിനെ പോലെ കടുപ്പമേറിയത് എന്ന് അല്ലാഹു പറഞ്ഞില്ല. ഉലമാക്കൾ അതിന് വിശദീകരിക്കുന്നുണ്ട്. ഇരുമ്പ് പലപ്പോഴും തീയിലിട്ട് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ സാധിക്കും? മയപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. പക്ഷെ പാറക്കല്ല് അങ്ങനെ മയപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ടാണ് പാറക്കല്ലിനോട് എന്ത് ചെയ്തത്? ഉപമിച്ചത്. ഈ ജൂത വിഭാഗത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കിതാബ് നൽകപ്പെട്ട അള്ളാഹുവിന്റെ നോടുള്ള കരാറുകൾ ലംഘിച്ചിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് അങ്ങനെ പരാമർശിക്കപ്പെട്ടത് കൊണ്ടാണെന്നാണ്. അപ്പോൾ പാറക്കല്ല് എപ്പോഴും പൊരുപരുത്തിയിരിക്കും, അത് കഠിനമായി കൊണ്ടിരിക്കും. എന്നിട്ട് പറഞ്ഞു അതിനേക്കാൾ കടുപ്പമേറിയതാണ് അവരുടെ ഹൃദയം.
കാരണം എന്താണ്? പാറക്കല്ലിൽ നിന്ന് ചിലപ്പോൾ നീരുറവകൾ ഉണ്ടായേക്കാം, അതിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകിയേക്കാം. പക്ഷെ ഇവരുടെ ഹൃദയങ്ങളിൽ ഒരു നന്മയും ഉണ്ടാവുകയില്ല. അത് ചത്തിരിക്കുകയാണ്, മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് എന്താണ് നീചമായി തോന്നുന്നു, വെറുപ്പുളവാക്കുന്ന അല്ലെങ്കിൽ അത്ഭുതമുളവാക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യും? ഒരു ലജ്ജയുമില്ലാതെ അവർ ചെയ്യും. അതുകൊണ്ട് അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല പ്രാർത്ഥനകളിലും ഇതുപോലുള്ള കാര്യങ്ങൾ കാണാം. ഇത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യനെ ബാധിക്കാവുന്ന ഏതെല്ലാം രോഗങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, ഓരോ ആളുകൾക്കും വ്യത്യസ്തങ്ങളായിരിക്കാം. ഓരോ ആളുകളും അത് പ്രത്യേകം അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന പാഠം. എന്താണ് ഒരു മനുഷ്യൻ നേടുന്ന പ്രയാസം? അത് ചിലപ്പോൾ പ്രത്യേകമായ ചില തിന്മകളാകാം. അള്ളാഹുവിനോട് അതിനെക്കുറിച്ച് പറയുക, അതിൽ എനിക്ക് രക്ഷ ചോദിക്കുക. ഇവിടെ എത്രയോ കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നത്. ഇത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നേരിടുന്ന പ്രയാസം എന്താണ്? അത് അള്ളാഹുവിനോട് പറയുക. അതിനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന ഒരാളാണോ? അത് അള്ളാഹുവിനോട് പറയുക. പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല, പ്രയാസകരമാണ്. എന്നാൽ അതിന് ക്ഷമയുണ്ടാക്കി തരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഇങ്ങനെ ദുആ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ദുആകൾ ഇതുപോലെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മനസ്സിന് കരുണയുടെ, ദയയുടെ പാഠങ്ങൾ പഠിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ചികിത്സയാണ് ഇൻ അറദ്ത അൻ യലീന ഖൽബുക്. നിന്റെ ഹൃദയം നൈർമല്യമാകാൻ, അത് മിനുസമുള്ളതാകാൻ, അതിന്റെ കടുപ്പം കുറയാൻ നിനക്കിഷ്ടമുണ്ട് എങ്കിൽ ഫഅത്ഇമിൽ മിസ്കീൻ, സാധുക്കളായ ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം ലഭിക്കാതെ ഭക്ഷണത്തിന് ആവശ്യക്കാരായ ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളെ സന്ദർശിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും സാധുക്കളായ ആളുകളെ നിരന്തരം സന്ദർശിക്കുമായിരുന്നു എന്നാണ്. സാധുക്കളായ ആളുകൾ മരണപ്പെട്ടാൽ അവരുടെ വീടുകളിൽ ഓടിച്ചെല്ലുമായിരുന്നു. എന്നിട്ട് അവരുടെ ജനാസയുടെ കൂടെ നടക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഏതെങ്കിലും സാധുക്കളായ ആളുകൾ മരണപ്പെട്ടിട്ട് അറിയിക്കാതിരുന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ ഉടനെ തിരുത്തുമായിരുന്നു. അത് ചില ഹദീസുകളിൽ കാണാം. അപ്പോൾ സാധുക്കളുടെ കാര്യത്തിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിഗണന നൽകിയിട്ടുണ്ട്. ഇത് ഹൃദയം ശുദ്ധിയാകാൻ, ഹൃദയം നൈർമല്യമാകാൻ ഏറ്റവും ഉപകരിക്കുന്ന കാര്യമാണ്. അതേപോലെ വംസഹ റഅസൽ യതീം, അനാഥകളായ ആളുകളെ ചേർത്ത് പിടിക്കുക, അവരുടെ തലകൾ തടവിക്കൊടുക്കുക, തലോടിക്കൊടുക്കുക. ഇതും നിങ്ങളുടെ മനസ്സ് നൈർമല്യമാകാൻ, അതിന് എന്ത് ചെയ്യാൻ, ശുദ്ധി ലഭിക്കാൻ ഏറ്റവും നല്ല കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. മറ്റും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയം കഠിനമാകാനുള്ള കാരണം ദിക്റില്ലാതെയാകലാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഹൃദയം കഠിനമാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് ദിക്ർ അത് പ്രാവർത്തികമാക്കുക. ഏതെല്ലാം ദിക്റുകളാണോ പഠിപ്പിക്കപ്പെട്ടത് അതിന്റെ രൂപങ്ങൾ അനുസരിച്ച് എന്ത് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട 5 നേരത്തെ നമസ്കാരമാണ്. ഇത് കൃത്യതയുള്ള എന്ത് ചെയ്യുക, വ്യക്തിയായി മാറുക. 5 നേരത്തെ നമസ്കാരം പുരുഷന്മാർ പള്ളികളിൽ ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രദ്ധ പുലർത്തണം. പുരുഷന്മാർക്ക് ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കൽ നിർബന്ധമാണെന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. ചില ഉലമാക്കൾ സുന്നത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം പുരുഷന്മാർക്ക് ബാങ്ക് വിളി കേട്ടാൽ പള്ളിയിലല്ലാതെ നമസ്കാരമില്ല എന്നാണ്. അവർ പള്ളിയിൽ ഒന്ന് നമസ്കരിച്ചിരിക്കണം. കാരണം ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ ഇത് കൽപ്പിക്കുന്നുണ്ട്. വർക്കഉ മഅർ റാക്കിഈൻ, നമസ്കരിക്കുന്നവരുടെ കൂടെ നമസ്കരിക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമാണ്. ഇതാണ് പ്രബലമായ അഭിപ്രായം. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ നമസ്കരിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ നമസ്കരിക്കാം എന്നുള്ള ചിന്ത മാറ്റിവെക്കുക. ഇത് ഒരു സമൂഹത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഇറങ്ങാൻ ഏറ്റവും നല്ല കാര്യമാണ്. നമ്മുടെ മക്കൾ ഏറ്റവും ചൊവ്വായ രീതിയിൽ വളർത്തപ്പെടാൻ ഏറ്റവും നല്ല കാര്യമാണ്. മാതാപിതാക്കൾ അവരെയും കൂട്ടി എന്ത് ചെയ്യുക, പള്ളികളിൽ വരിക. 5 നേരത്തെ ജമാഅത്ത് വീടുകളിൽ നമസ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക. അത് വീടുകളിൽ ബർക്കത്തില്ലാതെയാകുന്ന കാര്യവുമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പള്ളിയിൽ വരാതെ വീടുകളിൽ നമസ്കരിക്കുന്ന ആളുകളുടെ വീടുകൾ അവരടക്കം കത്തിച്ചു കളയാൻ എന്റെ മനസ്സിൽ വന്നു എന്നാണ്. അതായത് ഫർദ് നമസ്കാരം യാതൊരു കാരണവുമില്ലാതെ വീടുകളിൽ നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അത് ആ വീടിന് നാശം വരാനുള്ള കാരണമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അത് നശിപ്പിച്ചു കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിൽ വന്നു എന്നാണ്. അപ്പോൾ പള്ളികളിലാണ് പുരുഷന്മാർ നമസ്കരിക്കേണ്ടത്. അപ്പോൾ നമസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ. അതേപോലെ എന്ത് ചെയ്യുക, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ നിരന്തരമാക്കും. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കാണാം, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനം ലഭിക്കുക, അതിന് ശാന്തി ലഭിക്കുക, അതിന് സ്വസ്ഥത ലഭിക്കുക. ദിക്ർ ചെല്ലുമ്പോഴാണ്. ഇത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം.
പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദിക്റുകൾ ഓരോ ദിവസവും നിങ്ങൾ പ്രാവർത്തികമാക്കി നോക്ക്. എന്നാൽ നിങ്ങൾക്ക് ആ ദിവസം അതിന്റെ പ്രത്യേകത മനസ്സിലാകും. ഒരു ദിവസം ദിക്റില്ല, ഒരു ദിവസം ദിക്റുണ്ട് എങ്കിൽ 2 ദിവസം വേറെയായിരിക്കും. ദിക്റോടുകൂടി ജീവിക്കാൻ പരിശീലിക്കുക. ഇതാണ് ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന കാര്യം. മറ്റൊന്ന്, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് ധാരാളം പിന്നോട്ട് പോയിട്ടുണ്ട്. ഇത് വിശ്വാസികൾക്ക് യോജിച്ച പണിയല്ല. ഹൃദയം ശുദ്ധിയാകാൻ ഖുർആൻ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഖുർആൻ പാരായണം ചെയ്യലാണ്. അതിനെ ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതല്ല എങ്കിൽ വെറുതെ പാരായണം ചെയ്യുക, കുറച്ചു ഭാഗം ഗ്രഹിച്ച് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുക. എങ്ങനെയാണെങ്കിൽ ഖുർആൻ എല്ലാ ദിവസവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരായത്ത് കാണാതെ പഠിക്കുക, ഒരായത്ത് അതിന്റെ തഫ്സീർ പഠിച്ച് മനസ്സിലാക്കുക, അതേപോലെ തന്നെ ഒരു ജുസ് എങ്കിലും കുറഞ്ഞത് പാരായണം ചെയ്യുക. സലഫുകൾ, സ്വഹാബികൾ, അതേപ്രകാരം തന്നെ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, ഇവർ ഒരാഴ്ചയിൽ ഒരു ഖത്ം പൂർത്തിയാക്കുമായിരുന്നു എന്നാണ്. അങ്ങനെ ഇല്ലാത്ത സഹാബികൾ വളരെ കുറവായിരുന്നു എന്നാണ്. ഒരു ആഴ്ചയിലെങ്കിലും ഒന്ന് പൂർത്തിയാക്കുമായിരുന്നു. അങ്ങനെ അവർ ഖുർആൻ പാരായണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ദുആ ചെയ്യുമായിരുന്നു അള്ളാഹുവിനോട്. അനസ് റളിയല്ലാഹു അൻഹു പ്രകാരമായിരുന്നു. ഖുർആൻ ഖത്ം പൂർത്തിയാക്കും, എന്നിട്ട് വീട്ടിലുള്ളവരെ ഒരുമിച്ച് കൂട്ടിയിരുത്തും, എന്നിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ളതായ സ്വഭാവങ്ങൾ സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുണ്ട്. അള്ളാഹ് പറയുന്നത് കാണാം, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല വർത്തമാനത്തെ, ഏറ്റവും നല്ല ഹദീസിനെ, പരിശുദ്ധ ഗ്രന്ഥത്തെ, പരസ്പരം സാദൃശ്യമുള്ള വാക്കുകളുള്ള, ആവർത്തിച്ച് വരുന്ന വാക്കുകളുള്ള പരിശുദ്ധ ഗ്രന്ഥത്തെ അള്ളാഹു ഇറക്കി തന്നിരിക്കുകയാണ്. തഖ്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. റബ്ബിനെ പേടിക്കുന്ന ആളുകളുടെ അവരുടെ തൊലികൾ, അത് മുഖേന അവരുടെ ചർമ്മങ്ങൾ അത് രോമാഞ്ചമുള്ളതായി തീരും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാ. അങ്ങനെ അവരുടെ ചർമ്മങ്ങളും ഹൃദയവുമെല്ലാം അത് നൈർമല്യമുള്ളതായി, അതിന്റെ കടുപ്പം കുറഞ്ഞ് സമാധാനമുള്ള ഹൃദയമായിട്ട് മാറും എന്ന് അള്ളയാണ് പറയുന്നത്. അപ്പൊ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ സ്വഭാവമായിരിക്കണം. പ്രഭാതത്തിൽ കുറച്ച് പാരായണം ചെയ്യുക, രാത്രി ഉറങ്ങാൻ നേരത്ത് ഖുർആൻ എടുക്കുക, കുറച്ച് പാരായണം ചെയ്യുക. എത്ര സമയം വേണം? വളരെ കുറഞ്ഞ സമയം മതി ഒരു ജുസ് ഖുർആൻ ഒരാൾക്ക് പാരായണം ചെയ്യാൻ. ഇത് നമ്മൾ പാരായണം ചെയ്യണം. നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾ, മുതിർന്നവർ, കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കുക. അള്ളാഹു നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിൽ ജീവിക്കാൻ അള്ളാഹു നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.